ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തച്ചോട്ടുകാവിനടുത്താണുള്ളത്. ഇവിടെ 5 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും, അങ്ങനെ 5 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ്. നിങ്ങൾ 85 ലക്ഷം രൂപ ബജറ്റിൽ ഒരു വീട് നോക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഈ ഒരു വില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റോഡ് ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലെ വില്ലയാണ്. അതുപോലെ ഈ ഭിത്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് റെഡ് ബ്രിക്ക് രീതിയിലുള്ള ഒരു ടെക്സ്ചർ വർക്ക് കാണാം. 2 വേ ലൈറ്റും കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ട് സർഫസ് ലൈറ്റും കാണാം. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ചുറ്റും അതിലകത്ത കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ SUV ഒക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ ആർട്ടിഫിഷ്യൽ സ്റ്റോണും ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല ഒരു വലിയ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ടോട്ടലി 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. വേണമെങ്കിൽ 3 കാറും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ആയിട്ടൊരു നാച്ചുറൽ ഗ്രാസ് കാണാം, അവിടെ ആയിട്ട് പ്ലാന്റേഷനും കാണാം. പിന്നെ KW കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളത്തിൽ കിണറുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുവാണെങ്കിൽ സിറ്റ് ഔട്ട് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഭിത്തി ഫുള്ള് തേക്കിൻ്റെ പാനലായിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് വീഗാഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് കഥകും കട്ടിലും നോക്കുവാണെങ്കിൽ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡൈനിങ് ഏരിയ കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഒരു വലിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ TV യൂണിറ്റാണ്. ഇവിടെയൊക്കെ നമുക്ക് ഈ രീതിയിലാണ് ഈ ഒരു സ്പേസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലായിട്ട് ഒരു ചെറിയൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. ഡൈനിങ് ഏരിയ അത്യാവശ്യം സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട്, വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷ് ബേസിൻ ഏരിയ ആണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഫുള്ള് അതിന് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഓപ്പൺ കിച്ചൺ പോലെ കൊടുത്തിരിക്കുകയാണ്. ചെറിയൊരു പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുള്ള് കബോർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ് കാണാം. നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയയും ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ അവിടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ 2 റൂമുകളുള്ളത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഫോയറിനകത്തേക്ക് റൂം കാണാം, പിന്നെ നേരെ റൂം കാണാം. അപ്പോൾ ഈ റൂമിൽ പോയിട്ട് മറ്റേ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ റൂമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മുടെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കൂടുതൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 160/80 സൈസുള്ള ടൈലാണ്. അതുപോലെ മുകളിലായിട്ട് പ്രൊഫൈലായിട്ടുള്ള ഒരു ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാർഡ്രോബ് കാണാം, ഒരു ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് പോകുമ്പോൾ PVC ഡോസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫിറ്റിങ്സൊക്കെ നോക്കുകയാണെങ്കിൽ സെറയും അതുപോലെ വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ്, അതും സെറ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി നമുക്കെല്ലാം CP ഫിറ്റിങ്സ് എല്ലാം കോഴ്സാറിൻ്റെ കമ്പനിയാണ്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം. അടുത്തൊരു ഫോയറിലേക്ക് വന്നിട്ട് റൂമിലേക്ക് പോകണം. ഇവിടെ റൂമിൻ്റെ റൈറ്റ് സൈഡിലാണ് DB കാണാം. DB നോക്കുവാണെങ്കിൽ 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം V-ഗാർഡിലാണ്, MCB LCB എല്ലാം V-ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് വരാം. റൂം നോക്കുവാണെങ്കിലും ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു വാർഡ്രോബ് കാണാം, പിന്നെ ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഫിറ്റിങ്സ് നോക്കുവാണെങ്കിൽ സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം WC എല്ലാം സെറ തന്നെയാണ്. അതുപോലെ പൈപ്പ് ഫിറ്റിങ്സ് നോക്കുവാണെങ്കിൽ CP ഫിറ്റിങ്സ് എല്ലാം കോഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി 3 റൂമുകളും മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ സ്റ്റെയർ കേസ് വരുന്ന അക്കേഷ്യയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് ചെറിയൊരു കോഡിയാർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് ട്രെഡ് ഗ്രാനൈറ്റിലും റൈസർ ടൈലിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഇവിടുത്തെ അപ്പർ ലോഞ്ച് അല്ലെങ്കിൽ അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ നോക്കുമ്പോൾ നല്ല സ്പേസുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു TV ഉണ്ട്, സെറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുന്ന നല്ല വിശാലമായ റൂമാണ്, നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ 160/80 സൈസുള്ള ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് വലിയൊരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ താഴെ കണ്ടതുപോലത്തുള്ള ഒരു വാർഡ്രോബ് ആണ്, ഡ്യുവൽ ടോണാണ് അത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വാഷ്റൂം ഈ റൂം പോലെ തന്നെയാണ്, നല്ല സൈസുള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെ ഈ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും.
നാലാമത്തെ റൂം നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഫോയർ നേരെ അപ്പർ ലിവിങ് നേരെയാണ് ഈ റൂമിലേക്ക് വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് റൂം കാണാം. ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള റൂം തന്നെയാണ്. ആ റൂം അതുപോലെ തന്നെയാണ്, നല്ല സ്പേസ് ഉണ്ട്. ഇവിടെയും 160-80 സൈസിലുള്ള ഈ വെട്രിഫൈഡ് ടൈലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, അതും ഡ്യുവൽ ടോൺ ആണ്. മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇത് നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറ തന്നെയാണ്. അതുപോലെ ടൈൽ ക്ലാഡിംഗ് എല്ലാം നല്ല ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 5ാമത്തെ റൂമിലേക്ക് പോകും. ഈ ഒരു ഫോയറിലേക്ക് വന്നിട്ടാണ് 5ാമത്തെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും സെയിം സൈസിലുള്ള ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ 2 റൂം വെച്ച് നോക്കുമ്പോൾ ഈ റൂം അത്രയും സൈസുള്ള റൂമല്ല, എന്നാലും അത്യാവശ്യം സ്പേസുള്ള റൂം തന്നെയാണ്. അപ്പോൾ ഇനി ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ വാഷ്റൂമിൽ താഴെ കണ്ട അതേപോലെ തന്നെ നല്ല സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം സെറ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ CP ഫിറ്റിങ്സ് എല്ലാം കോസ്റ്റ്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകൾ കാണാമല്ലോ. നേരെ ബാൽക്കണി കാഴ്ചയിലേക്ക് പോകും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണി ഏരിയ. നല്ല സ്പേസുള്ള ഒരു വിശാലമായിട്ടുള്ള ബാൽക്കണി എന്ന് പറയാം. ഇവിടെ എല്ലാം നോക്കുമ്പോൾ തേക്കിൻ്റെയാണ് ക്ലാഡിങ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തേക്കിൻ്റെയാണ് പാനൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വയലറ്റ് വുഡിൻ്റെ ഒരു പാനലും കാണാം ഇടയ്ക്കായിട്ട്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റൈൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് ഈ റോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ, നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത്. ഇനി നമുക്ക് നേരെ ടെറസിലേക്ക് പോകും. ഇതാണ് ഈ വീടിൻ്റെ റൂഫ് ടോപ്പ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ 3 ലെയർ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ KWയുടെ കണക്ഷൻ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള സ്പേസാണ്. തുണി വിരിക്കാനുള്ള അങ്ങനെ ഓപ്ഷൻ, പിന്നെ അതുപോലെ വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുമല പേയാട് കഴിഞ്ഞിട്ടാണ് തച്ചുകൂട്ടാവ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 85 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയ ഇങ്ങനൊരു വിശാലമായിട്ടുള്ള വീട് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്